അതിർത്തി കടന്ന ആക്രമണം നടത്തിയവർക്ക് അതിർത്തി കടക്കാതെ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേര് നൽകിയ ദൗത്യത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ തുടങ്ങി പ്രധാന ഭീകര സംഘടനകളുടെ താവളങ്ങൾ തകർത്തു. നിന്നെ ഞങ്ങൾ കൊല്ലില്ല, നീ ഇത് മോദിയോട് പോയി പറയണം. പഹൽഗാമിന്റെ മണ്ണിൽ പ്രിയതമൻ വെടിയേറ്റ് വീണത് കണ്ട് പകച്ചു നിന്ന ഭാര്യയോട് ഭീകരൻ പറഞ്ഞ വാക്കുകൾ. അതെ, ഈ വാക്കുകൾ മോദി കേൾക്കുക തന്നെ ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നീക്കം ഇന്ന് പുലർച്ചെ 1:05 ആരംഭിച്ചത്. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ത്രിതല സേനകൾ 1971 ശേഷം നടത്തുന്ന ആദ്യ ദൗത്യമാണിത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായുള്ള മുസാഫറാബാദ്, കോട്ട്ലി, ബഹാവൽപൂർ, റവാലക്കോട്ട്, ഭിംബർ, ചക്സ്വാരി തുടങ്ങി 9 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനിക ആക്രമണം. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹാനള്ള ക്യാമ്പസ്, ലഷ്കർ ആസ്ഥാനമായ മുരിഡ് കെയിലെ മർക്കസ് തൊയ്ബ, ഹിസ്ബുൾ ക്യാമ്പായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു. തുടർന്ന് 3 സേനകൾക്കും കൈമാറി. ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും. 9 കേന്ദ്രങ്ങളിലായി 9 മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത്. 25 മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിൽ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അടക്കമുള്ള ഭീകരർക്ക് പരിശീലനം നൽകിയ കേന്ദ്രമായ മർക്കസ് തോയ്ബയും ചാമ്പലാക്കി. ലഷ്കർ-ഇ തോയ്ബയുടെ തലവനായ മസൂദ് അസറിന്റെ വീട് തകർക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടാളികളെയും സൈനിക നീക്കത്തിലൂടെ വധിക്കുകയും ചെയ്തു. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ വരെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ അതിർത്തി കടക്കാതെ തകർത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.